ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഒന്നായ ഭൂട്ടാനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കല്ലേ. പച്ച പുൽമേടുകൾ നിറഞ്ഞ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദക്ഷിണ ഏഷ്യൻ രാജ്യമാണ് ഭൂട്ടാൻ. തിമ്പുവാണ് ഭൂട്ടാനിൻ്റെ തലസ്ഥാനം. ഔദ്യോഗിക ഭാഷ സോങ്കയാണ്. ngolram എന്നാണ് ഇവിടുത്തെ കറൻസിയുടെ പേര്. ഇതുവരെ ഒരു വിദേശ രാജ്യവും ഭരിച്ചിട്ടില്ലാത്ത രാജ്യമാണ് ഭൂട്ടാൻ. 1616 ഗവാങ് നംഗ്യാൽ എന്ന ബുദ്ധ സന്യാസി ഇവിടുത്തെ ഭരണാധികാരിയായി സ്വയം അധികാരമേറ്റതായി ചരിത്രം പറയുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം 200 വർഷത്തോളം കാലം ആഭ്യന്തര യുദ്ധം തുടർന്നു. 1885 ഉഗ്യാൻ വാങ്ചുക് എന്നയാൾ അധികാരത്തിലേറി. അദ്ദേഹത്തിൻ്റെ തലമുറകളാണ് പിന്നീട് ഇവിടെ ഭരണം നടത്തിയത്. 1949 ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ സൗഹൃദ ഉടമ്പടി നിലവിൽ വന്നു. 1971 ഈ രാജ്യം ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാവുന്നത്. 2008 ഭൂട്ടാൻ രാജഭരണത്തിൽ നിന്ന് പാർലമെന്ററി ഭരണത്തിലേക്ക് മാറി. ഇന്ത്യ, ചൈന എന്നിവയാണ് ഭൂട്ടാനിൻ്റെ അയൽ രാജ്യങ്ങൾ. ടിബറ്റൻ ബുദ്ധ സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ടൂറിസ്റ്റുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇത്. ലോകത്തിൽ ആദ്യമായി പുകവലിയും പുകയിലയും നിരോധിച്ചത് ഇവിടെയാണ്. 2004 ഈ നിയമം നിലവിൽ വന്നത്. വനവിഭവങ്ങളും കൃഷിയുമാണ് ഭൂട്ടാനിലെ 60% ജനങ്ങളുടെയും വരുമാന മാർഗം. മലനിരകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെ ഗതാഗതം വളരെ ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ത്യയാണ് ഭൂട്ടാന്റെ കൂട്ടുകാരൻ. ഇന്ത്യയുമായുള്ള ജലവൈദ്യുത ഇടപാടിലൂടെ ഈ രാജ്യം സമ്പത്ത് കണ്ടെത്തുന്നു. ഇവിടെ രാജ്യത്തിൻ്റെ വിസ്തൃതിയുടെ 72% വനപ്രദേശമാണ്. എങ്കിലും വനനശീകരണം വളരെയധികം കുറഞ്ഞ ഒരു രാജ്യമാണ് ഇത്. പ്രകൃതി സംരക്ഷണം ഇവിടെ നിർബന്ധമാണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് ഇതുവരെ ഈ രാജ്യം ഇരയായിട്ടില്ല. ആകെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ മാലിന്യത്തിൻ്റെ 2 മടങ്ങ് വലിച്ചെടുക്കാൻ കഴിയുന്ന കാടുകളാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത്. ഭൂട്ടാനിൽ ഏറെ പ്രചാരമുള്ള ഒരു വിനോദമാണ് അമ്പെയ്ത്ത്. ഏറ്റവും അവസാനം ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. ഭൂട്ടാന്റെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് അഥവാ ദേശീയാനന്ദം. മറ്റെല്ലാ രാജ്യക്കാരും ദേശീയ വരുമാനത്തിന് മുൻഗണന നൽകുമ്പോൾ ഇവിടെ ഭൂട്ടാൻകാർ ദേശീയ ആനന്ദത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ജിഗ്മേ സിംഗ്യെ വാങ്ചുക് എന്ന മുൻ രാജാവാണ് ദേശീയാനന്ദം എന്ന ആശയം മുന്നോട്ട് വച്ചത്. ടാക്കിൻ ആണ് ഇവിടുത്തെ ദേശീയ മൃഗം. ബ്ലൂ പോപ്പി ദേശീയ പുഷ്പവും സൈപ്രസ് ദേശീയ വൃക്ഷവുമാണ്. ഭൂട്ടാന്റെ തലസ്ഥാനമായ തിമ്പുവിൽ ഒരു കൂറ്റൻ ബുദ്ധ പ്രതിമയുണ്ട്. വെങ്കലത്തിൽ പണി കഴിപ്പിച്ച് സ്വർണം പൂശിയ ഈ പ്രതിമ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ്. 2015 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി, നോച്ചുല പാസ് തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം.